ഹലോ. സൗണ്ട് കുറവാണ് കേട്ടോ. സൗണ്ട് നല്ല ജലദോഷവും പനിയുണ്ട്. അപ്പം വയ്യാണ്ടിരിക്കുവാണ്. അപ്പം പനി വരുമ്പോഴത്തേക്ക് എനിക്ക് ഈസിയായിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു ഫുഡ് ആണ് ഉണ്ടാക്കുന്നത്. കിച്ചടി എന്ന് പറയും ഞങ്ങളുടെ വീട്ടിലൊക്കെ. ലൈക്ക് ഒത്തിരി എണ്ണ ഒഴിച്ചോ വേറെ കറികളോ ഇട്ടിട്ടോ ഒത്തിരി സ്പൈസ് ആയിട്ടോ ഒന്നും ചെയ്യുന്നില്ല. പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും പെട്ടെന്ന് പനി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബോഡി ഹെൽത്ത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനം ചെയ്യുന്നത്. കിച്ചടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. സോ ധാന്യങ്ങൾ അരി 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1/2 ഗ്ലാസ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്, പച്ചപ്പയർ. പിന്നെ ഇത് മൂങ് ദാൽ, തോടില്ലാത്തത് പച്ചപ്പയറിൻ്റെ സ്പ്ലിറ്റ് ബീൻ പരിപ്പ്. ഇത് മാത്രം വെച്ചിട്ടും ചെയ്യാം, അല്ല ഇത് മാത്രം വെച്ചിട്ടും ചെയ്യാം. ഇഷ്ടമുള്ള നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ചെറിയൊരു ഇഞ്ചി 1 കഷ്ണം, 2-3 അല്ലി വെളുത്തുള്ളി. എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുളക് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട്. ഒരു സിന്നമൺ സ്റ്റിക്ക് ചെറുത്, ഒരു ബേ ലീഫ്. അപ്പം ഇത്രയും സാധനം വെച്ചിട്ട് എല്ലാം കൂടി കഴുകി ഒരുമിച്ചിട്ടിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഈ സാധാരണ ചോറ് വയ്ക്കുന്നതിൽ അതിൽ ഈ 1 ഗ്ലാസ് അരി, ഈ ധാന്യങ്ങളെല്ലാം ഒരുമിച്ചിട്ടിട്ട് കഴുകും. നന്നായിട്ട് 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കാം. സൗണ്ട് ഒട്ടുമില്ല. സൗണ്ട് ഉണ്ട്, ഇല്ലയെന്നല്ല. ഒരു ആയാസം വരുന്നുണ്ട് സംസാരിക്കുമ്പോഴത്തേക്ക്. അപ്പം നല്ലോണം ജലദോഷം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 വെള്ളം ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കണം. ഇത് വെള്ളം വെച്ചാൽ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന മാതിരി ഉള്ളതല്ല. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വേണം. പരിപ്പ് ഇട്ടിട്ടുണ്ട്, അത് വേവാനും വെള്ളം വേണം. അപ്പം കുറച്ച് നോട്ട് നമ്മുടെ അരി ചോറ് എടുത്ത് കഴിക്കുന്ന മാതിരിയല്ല, കുറച്ച് ലൂസായിട്ടിരിക്കണം, നന്നായിട്ട് വെന്ത് ഉടയുന്ന രീതിയിൽ കിട്ടണം ഇത്. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം എടുക്കുന്നത്. ഇതിൽ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റ്സ് ബെറ്റർ കടുക്ക ഒന്നും ഇടാൻ പോകരുത്. എണ്ണയോ നെയ്യോ കൂടുതലൊന്നും ഇടേണ്ട ആവശ്യമില്ല. പേരിന് ഒരു പൊട്ട് നെയ്യ് ഇറക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. പനിയൊന്നും ഇല്ല, നല്ല ആരോഗ്യത്തോടെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് വറുത്തിട്ട് ചെയ്യാൻ പറ്റും. എണ്ണയൊക്കെ ഇട്ടിട്ട് നെയ്യൊക്കെ ഇട്ടിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട്. ഓക്കെ, ഇതിപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ കത്തി കൊണ്ടുവന്നിട്ട് ഇഞ്ചിയല്ലേ ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ഇടാൻ പോവാണ് കേട്ടോ. ആ വെള്ളത്തിലേക്ക്, അതായത് കുക്ക് ചെയ്യുന്ന വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വെളുത്തുള്ളി ഇൻസ്റ്റെഡ് ഓഫ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് ആസ് ഇറ്റ് ഈസ് അങ്ങനെ ഇടുകയാണ്. ഇത് നല്ലതാണ് കേട്ടോ ഹെൽത്തിന്. തോടൊക്കെ കയ്യിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അത് ഓർത്ത് വിഷമിക്കേണ്ട, നേരിട്ട് അങ്ങോട്ട് ചെയ്യുക. പിന്നെ ഒരു ബേ ലീഫ് കഴുകിയിട്ട് അങ്ങോട്ട് ഇടുന്നു. സിന്നമൺ സ്റ്റിക്ക്, പിന്നെ ഈ പച്ചമുളക് ഇച്ചിരി എരിവിന് വേണ്ടിയിട്ട്. കാരണം ഈ വീട്ടിൽ ഞാൻ മാത്രമല്ല കഴിക്കുന്നത്, ബാക്കിയുള്ളവരും ഉണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് വേണം ടേസ്റ്റിന്. ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഉപ്പ്, മഞ്ഞൾ, ജീരകം ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ട് അടപ്പും വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്കിനി അങ്ങോട്ട് പോവാം. കുക്കർ എടുക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല ഇപ്പം. വന്ന് കൈക്കൊന്നും ഒരു രക്ഷയില്ലാണ്ടിരിക്കാം. സ്റ്റവ് ഓൺ ചെയ്തു. ഇനി മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജീരകം
ജീരകം മറക്കരുത് കേട്ടോ. ഒന്നും ചെയ്യണ്ട, കുറച്ചും കൂടെ തട്ടിക്കൊടുത്താൽ മതി, 1 സ്പൂണ്. ഇതിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അത്ര ടേസ്റ്റ് വേറെ എന്തെങ്കിലും തൊട്ട് തിന്നണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, സാലഡൊക്കെ കഴിക്കണമെങ്കിൽ സാലഡ് കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അച്ചാർ വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ രുചിക്കനുസരിച്ചിട്ട് ഉപ്പ് ടേസ്റ്റിനനുസരിച്ചിട്ട് ആവശ്യത്തിന്. പിന്നെ അതിനോടൊപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടി, ആൻറ്റിബയോട്ടിക്സ്. എന്തൊക്കെയോ ഞാൻ പറയുന്ന കേട്ടോ, എനിക്ക് തെറ്റോ വാക്കുകൾ. അപ്പം ഞാൻ ഇതിലേക്ക് മഞ്ഞളും ഉപ്പും ജീരകവും അഡീഷണൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഇനി അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പോവുകയാണ്. 2-3 വിസിൽ. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇനി 3 വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് റെഡിയാവും. കിച്ചടി വയ്യാണ്ടിരിക്കുമ്പോഴത്തേക്ക് കൂടുതൽ മെനക്കെടാവുന്ന പോയത്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്തിട്ട് കഴിക്കുക. ഒരു ടാബ്ലറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. മാക്സിമം റെസ്റ്റ്. ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, കുറേ ചൂടുവെള്ളം കുടിക്കണം. നിപ്പിൽ വയ്യാണ്ടായി. ഇന്ന് അവധിയായിരുന്നു. രാവിലെ മൊത്തം ഞാൻ എണീച്ചിരുന്ന് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, പറ്റുന്നില്ലായിരുന്നു. പിന്നെ സിക്ക് ലീവ് സബ്മിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം പോയിരുന്നു, TV കണ്ടുകൊണ്ടിരുന്നു. എന്നിട്ട് ചായ ഒഴിച്ചു, ഒരു ടാബ്ലറ്റും കഴിച്ചു. പിന്നെ ഉറങ്ങിയിട്ട് എപ്പോഴേ ഇടയ്ക്ക് ഒരു ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു, ഡ്രൈ പുൽക്ക. എന്നിട്ട് എപ്പോഴാണ് എണീറ്റത്? ഒരു 2:45 ഉച്ചയ്ക്ക്. 2:45, 3. എൻ്റെ വർക്ക് തീരുന്ന ആ സ്കെഡ്യൂളില്ല, ആ ടൈമിനാണ് എണീറ്റത്. ഇപ്പോൾ അത് 5:30 ആയി. എണീറ്റ് പിന്നെയും ഗാർഗിൾ ചെയ്തു, ഉപ്പുവെള്ളം കൊണ്ടിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഫുഡ് ഉണ്ടാക്കണോ വേണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു. നാളത്തേക്കും കൂടി വേണമല്ലോ എന്ന് ഓർത്തിട്ട് അത് ചെയ്യണമല്ലോ. ആസ്മാറ്റിക്കാണ് ഞാൻ. ഇത് കൂടുതൽ വരികയാണെങ്കിൽ പിന്നെ ബ്രെത്ത്ലെസ് ആവും. അസ്താലിൻ പഫൊക്കെ എടുക്കേണ്ടി വരും. അതിലോട്ട് കയറാണ്ട് നോക്കുകയാണ് കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. ഫുഡ് റെഡിയായ ശേഷം അതുകൂടി വരാം ഇട്ടിട്ട്. ആദ്യം മണമൊന്നും കിട്ടുന്നില്ല. പണ്ടൊക്കെ അതിനകത്ത് എന്തൊക്കെ ഇട്ടെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ സ്മെല്ല് നന്നായിട്ട് കയറുമായിരുന്നു. ഇപ്പം എല്ലാം പോയി, എല്ലാം സ്ട്രൈക്ക്. ഓക്കെ, ഇത് 1-2 ആവി കൂടി വന്നിട്ട് നിർത്താം. രണ്ടാമത്തെ ഇപ്പം ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ, വായിക്ക് ടേസ്റ്റ് ഇല്ല, മണമില്ല. നിർത്തി. ഞാൻ കിച്ചൻ്റെ ഒരു ഓരം പിടിച്ച് ഇരിപ്പായി ഒരു മൂലയ്ക്ക്. ആവി ഒന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അത്രയും ദൂരം നടന്നു പോയി തിരിച്ച് പിന്നെയും വരണമല്ലോ. അവിടെ പോവുകയാണെങ്കിൽ മുറിയിൽ പോയി കിടക്കുവാണെങ്കിൽ പിന്നെ എണീറ്റ് വരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുന്നത് പണ്ട് നാട്ടില് എല്ലാം നിലത്ത് എങ്ങനെ ഇരിക്കുന്നത്, മൊസൈക്ക് തറയില്ല. പിന്നെ അതുമല്ല, ആന്ധ്രയിൽ പോവുകയാണെങ്കിൽ അമ്മൂമ്മയുടെ വീട്ടില് ഇങ്ങനെ നീണ്ട ഒരു ഹോൾ മാതിരി, ഹോളാണോ എന്താണെന്ന് പറയേണ്ടത് അറിഞ്ഞൂടെ, പഴയ പാറ്റേൺ വീടുകളാണ് കേട്ടോ. എല്ലാവരും ഒരു വരിക്കിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കും. എന്നിട്ട് ഫുഡ് നിലത്തിരുന്നാണ് കഴിക്കുന്നത്. ഒരു പാസേജ് മാത്രമുള്ളത്. അതൊക്കെ ഓർമ്മ വരുന്നു. പഴയകാലം. ഞാൻ എന്നെക്കുറിച്ച് കുറച്ച് ബ്രീഫ് ചെയ്യാം. ഇതിൽ വീഡിയോ ഒന്നും ഇല്ലാത്തോട്ടെ. ജനിച്ചത് ഡൽഹിയിൽ,
സിബ്ലിങ്സ്, ഞാൻ രണ്ടാമത്തെ വ്യക്തിയാണ്. മൂത്തത് ചേച്ചി, ഇളയത് അനിയനും. പിന്നെ ജനിച്ചിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോയി അമ്മൂമ്മ. എവിടെ? ആന്ധ്ര, തിരുപ്പതി, ചിത്തൂർ ഡിസ്ട്രിക്ട്. തിരുപ്പതിയും ചിത്തൂരിൻ്റെ ഇടയ്ക്ക് പില്ലർ എന്ന് പറയും. അവിടെയാണ് പിന്നെ 3 വയസ്സ് വരെ ഉണ്ടായിരുന്നത്. അപ്പം വളർന്നതൊക്കെ അമ്മൂമ്മയുടെ കൂട്ടത്തിൽ, അമ്മയുടെ ബ്രദേഴ്സിൻ്റെ കൂട്ടത്തിൽ. ലൈക്ക് അമ്മയുടെ അനിയന്മാർ 2 പേരുണ്ട്, 2 ചേട്ടന്മാരുണ്ട്, 2 ചേച്ചിമാരുണ്ട്. അപ്പം ഇവരുടെ ഈ കൂട്ടത്തിലാണ് ഞാൻ അവിടെ വളർന്ന് വലുതായത്. കുറേ ഓർമ്മകൾ എനിക്ക്, ചിലതൊക്കെ ഇങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ നല്ല ലൈക്ക് കൂടുതലല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിൽ വരും. പിന്നെ സ്കൂൾ തുടങ്ങാറായപ്പോഴത്തേക്ക് ലൈക്ക് 3 വയസ്സായി, സ്കൂളിൽ ചേർക്കണം. അച്ഛൻ വന്ന് തിരിച്ചു വിളിച്ചോണ്ടേ എവിടെ? ഡൽഹിയിലേക്ക്. പിന്നെ അവിടെ നിന്ന് അച്ഛന് ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ ട്രിവാൻഡ്രത്തേക്കാണ് കിട്ടിയത്. അച്ഛൻ ലൈക്ക് ഹി വാസ് ലുക്കിംഗ് ഫോർ സം ക്ലോസസ്റ്റ് പ്ലേസ് ടുവേഴ്സ് ആന്ധ്ര അടുത്തായിട്ട്. അപ്പോൾ അതങ്ങനെ കിട്ടിയത് കേരളത്തിൽ, ട്രിവാൻഡ്രം. പിന്നെ CSIR ലൈക്ക് RR ലാബിൽ റീജിയണൽ റിസർച്ച് ലാബോറട്ടറി സയൻറ്റിസ്റ്റ് ആയിരുന്നു പുള്ളി. അച്ഛനില്ല, ഇപ്പം മരിച്ചുപോയി. പിന്നെ എൻ്റെ ജീവിതം അത്രയും പൂജപ്പുര ചെറുതിലെ മുതൽ ഒരു 11th സ്റ്റാൻഡേർഡ് വരെ ഞാൻ അവിടെ ആയിരുന്നു. 11th പകുതി വെച്ചിട്ട് പാപ്പനംകോട് അങ്ങോട്ടൊക്കെ മാറി. പിന്നെ അവിടെ നിന്ന് മാറിയതിന് ശേഷം പിന്നെ അവിടെ തന്നെ ആ ഒരു ലൈക്ക് എൻ്റെ നിയറസ്റ്റ് പാപ്പനംകോട് തന്നെ ഒരു സ്ഥലം, അച്ഛൻ സ്ഥലം വാങ്ങിച്ചു. അവിടെ വീട് പണിയുമായിരുന്നു. അപ്പോൾ അതുവരെ ആ വാടക വീട്ടിലായിരുന്നു. പിന്നെ എൻ്റെ പഠിത്തം മൊത്തം അവിടെ തന്നെയാണ്. തുടക്കമുള്ള ജോലി അവിടെ തന്നെയാണ്. പിന്നെ എന്താ, കല്യാണവും മലയാളിയെ തന്നെ കല്യാണം കഴിച്ചു. പാപ്പനംകോടിൽ നിന്ന് ദേവസ്വം ബോർഡ്, നന്ദബോർഡിലേക്ക് കല്യാണം കഴിച്ചു പോയി. പിന്നെ അവിടെ ഒരു 14 വർഷം ബിഫോർ ഇമിഗ്രേറ്റിംഗ് ടു കാനഡ. ആകെ എനിക്ക് പറയാനുള്ളത് 3 വീട്. ഒന്ന് അമ്മൂമ്മയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നാട്ടിലെ വീട്, അമ്മയുടെ വീട്ടിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ കല്യാണം വരെ, അവരെവിടെയോ അവിടെ. പിന്നെ അതിനുശേഷം ഹസ്ബൻഡിൻ്റെ കൂട്ടത്തിൽ ദേവസ്വം ബോർഡ്, നന്ദൻകോടിൻ്റെ അവിടെ 14 വർഷം. പിന്നെ ഇമിഗ്രേറ്റ് ചെയ്ത് 3 ആളും ഇങ്ങോട്ട് പോന്നു കാനഡയിൽ. ഇതിപ്പം ഞാൻ വാങ്ങിച്ച വീടെന്ന് പറയാം വേണമെങ്കിൽ, സ്വന്തം അധ്വാനത്തിൽ. ഇവിടെ വരുന്ന മുമ്പ്, ഈ വീട്ടിൽ വരുന്ന മുമ്പ് ഒരു റെന്റഡ് ഹൗസിലാണ് വന്ന് താമസിച്ചത് വാൻകൂവറിൽ. അത് കഴിഞ്ഞ് 3 വർഷം ലൈക്ക് അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. പിന്നെ ഇത് ഓരോന്നും നോക്കി അവനവൻ്റെ രീതിക്കനുസരിച്ചിട്ട് നമ്മുടെ ബഡ്ജറ്റിനകത്ത് നിൽക്കത്തക്ക രീതിയിലുള്ളത് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ഒരു വാൻകൂവറിൻ്റെ നെയ്ബർഹുഡ്. അതായത് ഒരു ബ്രിഡ്ജ് കടന്ന് ഇറങ്ങണം, സൊഴി എന്ന് പറയുന്ന സ്ഥലത്ത്. ഇതിപ്പം ഡൗൺ ടൗൺ ആയിട്ട് മാറിക്കഴിഞ്ഞു. ക്ലോസ് ടു വാൻകൂവർ ഡൗൺ ടൗൺ. ഇവിടെ ഫുൾ ബിൽഡിങ്സും കൺസ്ട്രക്ഷൻസും എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇൻ കേസ് നാളെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ലൈക്ക് സെയിൽ ചെയ്തിട്ട് നമുക്കിപ്പോൾ റീസെയിൽ വാല്യൂ നല്ലതുണ്ട് ഈ വീടിന്. പൂജ ഏതായാലും വരില്ല ഇനി തിരിച്ച്, ഞാനും ചെയ്തേക്കും ചിലപ്പം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വരുവാണെങ്കിൽ ഇതെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് വരണം. ഒരു വിഷമം. പക്ഷെ ഓരോ സ്ഥലത്ത് പോകുന്നതനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് എന്താ പറയുന്നത്, ഒരു സ്റ്റേജ് കാണുമല്ലോ, ഇത്ര സ്ഥലത്ത് ഇത്ര ഇതായിട്ടിരിക്കണമെന്ന്. ഞാൻ ജനിച്ച കാലം മുതൽ ഇമിഗ്രേറ്റിംഗ് ടൈപ്പ് ആണെന്ന് തോന്നുന്നു. ജനിച്ച് 3 മാസം കണ്ടായപ്പോഴത്തേക്കും അമ്മൂമ്മയുടെ കൂട്ടത്തിൽ, പിന്നെയും തിരിച്ചിങ്ങോട്ട്. ഒരു എന്തായെന്ന് നോക്കാം. ഇപ്പം ഇതുപോലെ വന്നത്. ഇതിൽ ഞാൻ പേരിന് ഇച്ചിരി 1 സ്പൂൺ നെയ്യ് ഇടുന്നുണ്ട്, ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 1 സ്പൂണിൻ്റെ ഇത്രയും മതി ഫുൾ ചോറിന്.
ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുപയർ പരിപ്പ് ഇതെല്ലാം ചോറിൻ്റെ കൂട്ടത്തിൽ പപ്പടവും നെയ്യും വെച്ച് കഴിക്കുന്ന ടേസ്റ്റ് എന്താണ്? അതൊക്കെ തന്നെയാണ് കേട്ടോ. അത് ഈസി ഇതായിട്ട് നമ്മൾ കേരളത്തിൻ്റെ രീതിയാണെന്ന് വെച്ചാൽ ചോറ്, ചെമ്പാവരി ചോറ്, പയർ, ചെറുപയർ, കഞ്ഞിയും പയറും വേവിച്ചെടുക്കും വെള്ളമായിട്ട്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു പാറ്റേണാണ് പച്ചരി ചോറിൽ ചെയ്യുന്നത്. നോർത്തിൽ ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്കിപ്പം ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് ഉപ്പെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കട്ടെ. കറക്റ്റ്. ഉപ്പുണ്ട്, പക്ഷെ ഒരു എന്താ ടേസ്റ്റ്ലെസ് ഫുഡ് മാതിരി ഫീൽ ചെയ്യുന്നു എൻ്റെ നാക്കിന്. ലൈക്ക് ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്നുണ്ട്. ബട്ട് ആക്ച്വലി ഇത് ശരിക്കും നല്ലൊരു യമ്മി സംഭവമാണ്. പരിപ്പും ചോറും നെയ്യൊക്കെ വെച്ച് കഴിക്കുമ്പോഴത്തേക്ക് എന്താ ടേസ്റ്റ് വരുന്നത്, ആ ഒരു ബട്ടറി ടേസ്റ്റിലെ ആ ഒരു ഫീലാണ്. അപ്പം ഞാനിത് കുറച്ചെടുത്തിട്ട് കഴിച്ചിട്ട് ഒരു മരുന്നും കഴിച്ചിട്ട് അസ്തമിക്കാറായി ഇന്നത്തെ ദിവസം. എനിക്ക് ഇനിയിപ്പം അടുത്ത് ഉറക്കം വരും. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ബൗളിൽ കുറച്ച് കിച്ചടി എടുത്തിട്ടുണ്ട്, പ്ലസ് വെളുത്തുള്ളി അച്ചാർ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഓരം പിടിച്ച് ഒരു ഇരുപ്പായി താഴെ എന്നിട്ട് പോകാൻ വയ്യ. അവിടെ വരെ നടന്ന് പിന്നെയും വന്ന് തിരിച്ച് പാത്രമൊക്കെ കഴുകണമെന്ന് ഓർത്തിട്ട്. അപ്പോൾ ഏതായാലും കിച്ചൻ്റെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് ടേസ്റ്റ് പറയാം, എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം. ആസ് ഐ സെഡ്, എനിക്ക് നേരത്തെ കഴിച്ചപ്പോഴത്തേക്ക് ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല. സ്റ്റിൽ ഒരു തവി എടുത്തിട്ടുള്ളൂ, കൂടുതൽ എടുക്കാനും പറ്റുന്നില്ല. ലേശം വെളുത്തുള്ളി അച്ചാറും വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ടേസ്റ്റും എനിക്ക് കിട്ടുന്നില്ല. ഉപ്പുണ്ടോ, എരിവുണ്ടോ? എരിവ് ചുമച്ച് തൊണ്ടയൊക്കെ വല്ലാണ്ടിരിക്കുക. അപ്പം ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എരിവും ഉപ്പും അവിടെ കിട്ടുന്നുണ്ട് തൊണ്ടയിൽ. ബട്ട് യു നോ, ആ ടേസ്റ്റ്, ആ ചൂട് എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. നാക്കിൽ ഒട്ടും കിട്ടുന്നില്ല, ഒട്ടുമില്ല. സെൻസസ് ഒക്കെ പോയി കിടക്കുന്നെന്ന് തോന്നുന്നു. മണമില്ല, ഫ്ലേവർ ഇല്ല, മൂക്കിൽ അടഞ്ഞുകൊണ്ടേ. അപ്പം നമുക്ക് ഏതായാലും ഫുഡിൻ്റെ ടേസ്റ്റ് ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല. ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ കഞ്ഞിയും പയറും വീട്ടിൽ വെക്കത്തില്ലേ, അത് ലൈക്ക് കേരളത്തിൽ റെസ്റ്റ് ഓഫ് ദ ലൈക്ക് റീജിയൻസിൽ, ഐ എം ടോക്കിംഗ് അബൌട്ട് ആന്ധ്ര നോർത്ത് സൈഡിലൊക്കെ, ഇങ്ങനെ ചോറിൽ പച്ചപ്പരിപ്പ്, ഈ ഗ്രീൻ മൂങ് ദാൽ അതൊക്കെ ഇട്ടിട്ട് ജീരകം ഇട്ടിട്ട് നല്ലോണം വേവിച്ച് ഉടച്ചെടുത്തിട്ട് പേരിന് ഒരു തുള്ളി നെയ്യിടും, അത്രേ ഉള്ളൂ. ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ജീരകം വേണം. ഇതൊക്കെ ഇട്ടിട്ട് കഴിക്കുക ചെയ്യുന്നത്. വായിക്ക് ടേസ്റ്റ് ഇല്ലാത്തപ്പം ഇത് കഴിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയുന്നു തോന്നുന്നില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഏതായാലും ഇത് കഴിച്ചിട്ട് ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ കഴിക്കും. എനിക്കിപ്പം പണ്ട് നാട്ടിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നതൊക്കെ ഓർമ്മ വരുന്നു. കൊച്ചിലെ ഞാൻ വളർന്നൊക്കെ ആന്ധ്രയിലാണ് കേട്ടോ. അപ്പോൾ അമ്മൂമ്മയുടെ കൂട്ടത്തിൽ 3 വയസ്സ് വരെയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സമ്മർ വെക്കേഷൻസിൽ അങ്ങോട്ട് പോകും. അപ്പം ഇങ്ങനെ നിലത്തിരുന്ന്, വീട്ടിലിതും പാപ്പടം കൊണ്ടാണെങ്കിലും നിലത്തിരുന്ന് കഴിക്കുന്നത് ഒരു ശീലമായിരുന്നു. സത്യം ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. എനിക്ക് കിട്ടുന്നില്ല ടേസ്റ്റ്. ബെസ്റ്റിൽ ഇതൊരു ബട്ടറി ടേസ്റ്റുള്ള സംഭവമാണ്. അല്ലാത്തപ്പോൾ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്ക്, പനി ഇല്ലാത്ത സമയത്താണ് ഞാൻ പറയുന്നത്, നെയ്യൊക്കെ ഇട്ട് പരിപ്പും, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചോറും പപ്പടമൊക്കെ പൊട്ടിച്ച് കഴിക്കത്തില്ലേ, അത് തന്നെ. അപ്പം ഏതായാലും ഞാൻ വെക്കുവാണ്. ബൈ. അവിടെ വരെ
വരാനുള്ള ഒരു ഇതില്ല.